അല്ലേ? ശരിയല്ലേ? ഞാൻ വെറുതെ പറഞ്ഞല്ല. നിങ്ങൾക്കറിയാമല്ലോ, മലപ്പുറം ജില്ലയിൽ ഒരു കട ഉദ്ഘാടിക്കാൻ വേണ്ടി തൊപ്പി എന്ന അമരനാമത്തിൽ അറിയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് കൊണ്ടുവന്നത്. അത് പറയുമ്പോ തന്നെ ഉമാർക്ക് വലിയ ചിരിയാ. ലൈവ് ചെയ്യുന്നവരാദ്യം ചിരിക്കും. ഇവിടെ ശ്രദ്ധിക്കണേ. തൊപ്പി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി എത്രത്തോളം അത് സമൂഹത്തിൽ വല്ലാതെ സ്വാധീനം ചെലുത്തി എന്നുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദര സഹോദരിമാർ അറിയണം. മലപ്പുറം ജില്ലയിൽ ആ കട ഉദ്ഘാടിക്കാൻ വേണ്ടി വന്നു. ഒരു കാലഘട്ടത്തിൽ കട ഉദ്ഘാടിക്കാൻ വലിയ വലിയ സമുന്നതരാകുന്ന മഹത്തുക്കളാകുന്ന സാദാത്യങ്ങൾ, പണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പോലെയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമുന്നതരാകുന്ന പണ്ഡിതന്മാരെ, മഹത്തുക്കളെ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രമുഖരെ സമൂഹത്തിനും സമുദായത്തിനും ഗുണകാംക്ഷകരായി വർദ്ധിച്ചിട്ടുള്ള വലിയ വലിയ സേവനം ചെയ്തിട്ടുള്ളതാകുന്ന മഹൽ വ്യക്തിത്വങ്ങളെ കൊണ്ടുവന്ന് ഉദ്ഘാടിച്ചെടുത്ത് ഇന്ന് തോന്നിവാസം മുഴുവനും സോഷ്യയിലൂടെ വിളിച്ചു പറയുന്നതാകുന്ന ചെറുപ്പക്കാരെ കൊണ്ടുവന്ന് കട ഉദ്ഘാടിക്കുന്ന തലത്തിലേക്ക്, ഒരു കട ഉദ്ഘാടിക്കുന്നതിന് ആ കട ബറക്കത്തുണ്ടാവാനും ഐശ്വര്യമുണ്ടാവാനുമാണ്. അങ്ങനെ ഒരു തലത്തിലേക്ക് നമ്മുടേതാകുന്ന സമുദായം വരെ അധപ്പതിച്ചതാകുന്ന കാലഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത് എന്ന് ചിന്തിക്കണം. ആ ചെറുപ്പക്കാരൻ അവിടെ വന്നിട്ട് കാണിച്ചതാകുന്ന പേക്കുത്തുകൾ എന്തൊക്കെയാണ്? ഞാൻ കഴിക്കുന്നത് ഇന്നത്, ഞാൻ ഇന്നതാണ് വിട്ടതെന്ന അർത്ഥത്തിൽ വരുന്നതാകുന്ന പാട്ടുകൾ തക്ബീർ മുഴക്കുന്നത് പോലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരെ കൊണ്ടും സഹോദരിമാരെ കൊണ്ടുമൊക്കെ തക്ബീർ വിളിപ്പിക്കുന്നത് പോലെ അവന് സിന്ദാബാദ് വിളിപ്പിച്ചുകൊണ്ട് പട്ടാമ്പി റൂട്ടിലും ഗുരുവായൂർ റൂട്ടിലും പെരിന്തൽമണ്ണ റൂട്ടിലുമുള്ളതാകുന്ന വാഹന ഗതങ്ങൾ മുഴുവനും തടസ്സം വരുത്തി മണിക്കൂറുകളോളം ഗതാഗതം മുഴുവനും സ്തംഭിപ്പിച്ചുകൊണ്ട് വളാഞ്ചേരി ടൗണിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചപ്പോഴാണ് പോലീസുകാർ ചിന്തിക്കുന്നത്, ഏതാണ് ഈ ചെറുപ്പക്കാരൻ? ആളുകൾ അപ്പോഴാണ് അവനെ കുറിച്ചൊന്ന് പഠിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ പരതി നോക്കുമ്പോൾ കഴിഞ്ഞ കുറഞ്ഞ മാസങ്ങളായി സജീവമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഡെയിലി വന്നുകൊണ്ട് ലൈവായി നിന്നുകൊണ്ട് യൂട്യൂബ് എന്ന ചാനലിലൂടെ പ്ലാറ്റ്ഫോമിലൂടെ ആളുകളുമായി സംവദിച്ചുകൊണ്ട് അശ്ലീല ചുവയുള്ള സംസാരങ്ങൾ നടത്തി സമൂഹത്തിലും സമുദായത്തിലും ഗുണകാംക്ഷകരായി വർത്തിക്കുന്നതാകുന്ന നല്ല വ്യക്തിത്വങ്ങളെ എടുത്തിട്ട് തേജോവധം ചെയ്ത് അവരെ കുറിച്ച് അനാവശ്യ കമന്റുകൾ രേഖപ്പെടുത്തി ഞാൻ വലിയ സ്റ്റാറാണ് എന്ന അർത്ഥത്തിൽ ചെറുപ്പക്കാർക്കിടയിലേക്ക് ഹൃദയത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള വ്യക്തിയാണ്. അവനെ കാണാൻ വേണ്ടി വളാഞ്ചേരിയിലേക്ക് വന്നതാകുന്ന ആളുകളെ മീഡിയ കണ്ണിലൂടെ കണ്ടത് 10 വയസ്സിന്റെയും 20 വയസ്സിന്റെയും ഇടയിലുള്ളതാകുന്ന മുസ്ലിം സമുദായത്തിലെ സഹോദരങ്ങളാണ്, ചെറിയ മക്കളാണ് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. 10 വയസ്സും 20 വയസ്സൊക്കെ ഉള്ള ചെറിയ മക്കളാണ്. അവരോട് ചോദിക്കാണ്, മോനെ നീ എന്താണ് ഈ തൊപ്പിയിൽ കണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത്, ആ ചെറുപ്പക്കാരിലുള്ളതാകുന്ന അശ്ലീല ചുവയുള്ള സംസാരമാണ് എന്റെ മനസ്സിനെ വല്ലാതെ ഹഠാത് ആകർഷിച്ചത്, അവന്റെ ഈമാനല്ല. നിങ്ങൾ ചിന്തിക്കണം, എവിടെയാണ് നമ്മുടെ തലമുറ എത്തി നിൽക്കുന്നത്? തലമുറ പുതിയ തലമുറയ്ക്ക് പഠിപ്പിക്കുന്ന പാഠങ്ങളാണ്. പിന്നെ എങ്ങനെ നമ്മുടെ മക്കൾ നന്നാകും? ഇത് കണ്ടിട്ട് മക്കൾ ഇത് ഷെയർ ചെയ്യാൻ, ഇതാണ് മക്കൾ സ്റ്റാറ്റസ് വെക്കുന്നത്. ആശുറായിൽ ഒരു സുന്നത്തോമിന്റെ മഹത്വം പറഞ്ഞ മക്കൾക്ക് സ്റ്റാറ്റസ് വെക്കാൻ പറ്റൂല. ഒരു ദീനും ഇല്ല, ഇതുമില്ല. ദുനിയാവിന്റെ എന്തെങ്കിലും വിഷയം അശ്ലീലത വന്നാൽ അതൊക്കെ എടുത്ത് പൊക്കി പിടിക്കാൻ നമ്മുടെ മക്കൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ. നമുക്കൊക്കെ ഫേസ്ബുക്ക് ഉണ്ട്, നമുക്കൊക്കെ വാട്സാപ്പ് ഉണ്ട്, നമുക്കൊക്കെ ഇൻസ്റ്റഗ്രാം ഉണ്ട്, അല്ലെ? മിക്ക ആളുകൾക്ക് സോഷ്യൽ മീഡിയ ഉണ്ട്. ഉള്ളവരുടെ കാര്യം വാട്സാപ്പ് എങ്കിലും ഉണ്ട്. ഇന്ന് വരെ ഒരു ദീൻ നിങ്ങൾ അതിലൂടെ പ്രചരിപ്പിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. കോവിഡ് കഴിഞ്ഞത് മുതൽക്ക് ഇങ്ങോട്ട് മൊബൈൽ ഫോണിലൂടെ അശ്ലീലത കണ്ട് റൂമിനകത്തളങ്ങൾ അടച്ചിട്ടിരുന്നു കൊണ്ട് മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടു തീർത്ത് അശ്ലീല ചുവയുള്ളതാകുന്ന സംസാരങ്ങളും വീഡിയോകളും വാപ്പയും ഉമ്മയും അറിഞ്ഞോ അറിയാതെയോ ഏത് നിലയ്ക്കാണോ കണ്ടു തീർക്കുന്നതാകുന്ന നവതലമുറയായി ഇന്നത്തെ തലമുറ മാറിയിരിക്കാൻ. നമ്മുടെ മക്കളൊക്കെ അതിന്റെ പിടിയിലമർന്നിരിക്കാൻ. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തു സംരക്ഷിക്കട്ടെ. കോവിഡിന്റെ കാലഘട്ടത്തിൽ നമ്മൾ കൊടുത്ത മൊബൈൽ തിരിച്ചു വാങ്ങിയോ? ഇല്ല. വാങ്ങാൻ പറ്റുന്ന യുഗത്തിലല്ല ജീവിക്കുന്നത്. വാങ്ങിയിട്ടില്ല. വാങ്ങിയാൽ അതിനേക്കാൾ വലിയ മൊബൈൽ ടാബുമായിട്ട് അവൻ 2 ദിവസം കഴിഞ്ഞ് ഇറങ്ങും. കാരണം കുട്ടികൾ കാശൊപ്പിക്കുന്നത് ഇന്ന് എവിടെ നിന്നാണെന്ന് പോലും വാപ്പാക്കും ഉമ്മാക്കും അറിയില്ല. കുട്ടിയുടെ കയ്യിൽ വാപ്പ വാങ്ങിച്ചു കൊടുത്ത മൊബൈലൊന്നും അല്ല ഇപ്പോഴുള്ളത്. എവിടുന്ന മോനെ നിനക്ക് 1.5 ലക്ഷത്തിന്റെയും 2 ലക്ഷം രൂപയുടെ ഒക്കെ മൊബൈൽ ഫോൺ എവിടുന്ന്? ഏതെങ്കിലും ഉമ്മയും വാപ്പയും മക്കളോട് ചോദിക്കാറുണ്ട്? നമ്മുടെ പെൺമക്കളുടെ കയ്യിൽ, നമ്മുടെ ആൺമക്കളുടെ കയ്യിലൊക്കെ വലിയ ടാബ് ഇരിക്കുന്നു. അവൾ ഒരു പുതിയ ചുരിദാർ ഇട്ടുകൊണ്ട് വന്നാൽ, അല്ലെങ്കിൽ വാപ്പയും ഉമ്മയും വാങ്ങിച്ചു കൊടുക്കാത്ത ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് മകൾ നമ്മുടെ മുന്നിലൂടെ തന്നെ നടന്നാൽ പോലും ഇന്ന് വാപ്പായും ഉമ്മയും ചോദിക്കുന്നില്ല, മോളെ ഇത് ആര് വാങ്ങിച്ചു തന്നെയാണ്? ഏതോ ഒരു ഒരുത്തൻ അന്യ സമുദായത്തിൽപ്പെട്ടവനോ അല്ലെങ്കിൽ അവൾ കന്യനാകുന്ന ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനെ വാങ്ങിച്ചു കൊടുത്തതാവാം. പക്ഷെ അതൊന്നും നമ്മൾ ഇന്ന് ചർച്ചയ്ക്കിടുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ചോദിക്കുന്നേ ഇല്ല, വിട്ടേക്കാൻ. അവർക്ക് അവരുടെ ജീവിതം. ഒരിക്കലും ശ്രദ്ധ ചെലുത്താതിരിക്കരുത്. ഭയങ്കരമായി ശ്രദ്ധിക്കണമെന്ന് വിശുദ്ധമായ ഖുർആൻ. ഇല്ലെങ്കിൽ അപകടം.
നമ്മൾ 10 ദിവസം നോമ്പ് പിടിച്ച് റമദാൻ കഴിഞ്ഞ് ഏറ്റവും ശ്രേഷ്ഠമായ മാസം ഉസ്താദ് പറഞ്ഞു മുഹറമാൻ. കുറെ നോമ്പും പിടിച്ച് തസ്ബീഹ് മറിച്ചിരിക്കുമ്പോൾ മക്കളൊരു സൈഡിൽ കൂടെ പിഴച്ചു പോകും. മനസ്സിലാക്കണം, നിങ്ങൾ മക്കളെ പിഴയ്ക്കാതിരിക്കണമെങ്കിൽ അവരിൽ പരിപൂർണമായി ജാഗ്രത പുലർത്തണം. ഓൺലൈൻ മജ്ലിസിൽ അടയിരുന്നത് കൊണ്ട് മക്കൾ സാലിഹീങ്ങളാവൂല. പഠിക്കണം, നമ്മൾ മക്കളിലേക്ക് ശ്രദ്ധ ചെലുത്തണം. അവർക്ക് വേണ്ടി ദുആ ചെയ്ത് നിലകൊള്ളുന്നവരാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കളില്ലാതെ വിഷമിച്ച വ്യക്തിയാണ്. പ്രായാധിക്യം കൊണ്ട് തളരുന്നതാകുന്ന സന്ദർഭത്തിലും ബഹുമാനപ്പെട്ടവർ റബ്ബിനോട് ചോദിക്കുന്നത്, അല്ലാഹുവേ എനിക്കൊരു പൊന്നുമോനെ താ അല്ലാ എന്നല്ല, ഞാനിതാ പ്രായമെത്തിയിരിക്കുകയാണ്, എനിക്കൊരു കുഞ്ഞിക്കാല് നൽകണേ റബ്ബേ, എനിക്കൊരു പിൻഗാമിയെ നൽകണേ എന്നല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന 4000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് മരണപ്പെട്ടു പോയതാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയെ കുറിച്ച് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു വ്യക്തമാക്കുകയാ, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ പടച്ച റബ്ബേ എനിക്കൊരു സാലിഹായ സന്താനത്തെ നൽകണേ അല്ലാഹ്, സാലിഹായ സന്താനത്തെ നൽകണേ അല്ലാഹ്. എനിക്കും എന്റെ സമൂഹത്തിനും ഈ സമുദായത്തിനും ഗുണകാംക്ഷയായി വർത്തിക്കുന്നതായ ഒരു പൊന്നുമോനെ നൽകണേ റബ്ബേ, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. فبشرناه بغلام حليم. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രായാധിക്യമാകുന്ന സമയത്തും പടച്ച റബ്ബിനോട് ചോദിച്ചത്, അല്ലാഹുവേ എനിക്കൊരു കുഞ്ഞിനെ തരണമെന്നല്ല, തരുവാണെങ്കിൽ സാലിഹായ ഒരു മകനെ നൽകണേ എന്ന് ചോദിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത മകനേതെന്നറിയുമോ? ഫബശറനാഹു ബിഗുലാമിൻ ഹലീം. സഹിഷ്ണുതയുള്ളതാകുന്ന തഖ്വയുള്ളതായ നല്ല സാലിഹായ ഒരു മകനെ അല്ലാഹു സമ്മാനിക്കുകയാണ്. സയ്യിദുനാ ഇസ്മാഈൽ ആദ്യ മകനതാണ്. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ അനുജനാണ് ആര്? ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം. പലർക്കും ഇപ്പോഴും അവിടെ ഇങ്ങനെ ഒരു ആശയക്കുഴപ്പമുണ്ട്. ഞാൻ ഈ പറഞ്ഞത് കറക്റ്റ് അല്ല, ഇപ്പോഴും ഉണ്ട് ചില ഇസ്ഹാഖാണോ മൂത്തത് ഇസ്മായിലാണോ മൂത്തത്? ഇസ്മായിൽ നബിയാണ് ആദ്യത്തെ മകൻ, രണ്ടാമത്തെ കുട്ടിയാണ് ആര്? ഇസ്ഹാഖ്. ശരിക്കും മനസ്സിലാക്കി. وَوَهَبْنَا لَهُ إِسْحَاقَ وَيَعْقُوبَ. ഈ മക്കളൊക്കെ നിസാരക്കാരല്ല. മക്കളെ കൊടുക്കുന്ന പറഞ്ഞ ഒരു മകനെ കൊടുക്കല്ല. ആ മകൻ ആരാ? അത്യുത്കൃഷ്ട വ്യക്തികളാണെന്ന് പരിശുദ്ധ പ്രവാചകർ പരിചയപ്പെടുത്തിയതാകുന്ന അംബിയാ മുർസലീങ്ങളിൽ പെട്ടവരാണ് ആ മക്കളൊക്കെ. ആ മനസ്സിലാക്കട്ടെ. മകനെ കൊടുത്തു, ഒരു സാലിഹായ മകൻ, അങ്ങനെയല്ല അവനൊരു സഹാബിയാക്കി ഒന്നുമല്ല. പിന്നെന്താ ചെയ്തത്? അംബിയാ മുർസലീങ്ങൾ ഉൾപ്പെടുത്തി. അതാണ് വാപ്പാടെ ദുആ പോലെ ഇരിക്കും. നമുക്ക് എവിടെ ദുആ? ഒരു ദുആയില്ല, തെക്കോട്ടും വടക്കോട്ടും നടക്കുകയാണ്. അവസാനം 9 മാസം ആകുമ്പോ പെണ്ണുങ്ങൾ പറയണ്ടേ ഡേറ്റ് ആയി. ശരി, ഇതാണ് അവസ്ഥ. ശരിക്കും ദുആ ഇറക്കണം. ആരാ ദുആ? നമ്മൾ ദുആ ഇറന്നിട്ട് ഒരു മകനെ കിട്ടിയിട്ടുണ്ടോ ഇതുവരെ? നമ്മളൊരു സാലിഹായ മകന് വേണ്ടി ഇന്ന് വരെ കരമുയർത്തിയിട്ടുണ്ടോ? വാപ്പായോടോ ഉമ്മാടോ ചോദിക്കുന്നത്. ഒരു സാലിഹായ ഒരു മകനെ താ അല്ലാഹ് ഇന്നുവരെ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. കുട്ടിയെ താ അല്ലാഹ്. നമുക്കൊരു കുട്ടി സാലിഹായി കിട്ടലാണ് ഏറ്റവും അനിവാര്യം. അത് ആര് ചോദിക്കുന്നില്ല, അത് ചോദിക്കലാണ് ഏറ്റവും വലിയ വിജയം. അങ്ങനെ ചോദിച്ചാൽ ആ കുട്ടി സാലിഹായാൽ നാളെ നിന്റെ ഖബറിന്റെ സമീപത്ത് വന്നുകൊണ്ട് നിനക്ക് വേണ്ടി സലാം പറയും, നിനക്ക് വേണ്ടി യാസീനോതും, നിനക്ക് വേണ്ടി ഖുർആൻ ഖത്മ തീർക്കും, നിനക്ക് വേണ്ടി സലാത്തുകൾ അർപ്പിക്കും, നിനക്ക് വേണ്ടി പരിശുദ്ധമായ ഖുർആൻ ഖത്മ ഓതി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഖബറിന്റെ ചാരത്ത് നിന്ന് എന്റെ പ്രിയപ്പെട്ട വാപ്പാക്ക് ഉമ്മാക്ക് പടച്ച റബ്ബേ ഖബർ ജീവിതം സന്തോഷം കൊടുക്കണേ, സ്വർഗീയ ആരാമമാക്കണേ, ഈ ഖബർ സ്വർഗത്തിന്റെ വിരിപ്പ് ഈ ഖബറിൽ വിരിക്കണേ നാഥാ, ഖബറിലെ എല്ലാ അദാബുകളും നീ മാറ്റണേ എന്ന് പടച്ച റബ്ബിലേക്ക് പൊട്ടിക്കരയുന്ന സാലിഹായ മകനാണോ ഇന്ന് നമുക്കുള്ളത് എന്ന് ചിന്തിക്കാൻ. ഇന്ന് നമുക്കുള്ള മകൻ ആ കൂട്ടത്തിൽപ്പെട്ടതാണോ? അവിടെയാണ് വിഷയം. നമ്മളോ സാലിഹല്ല, പിന്നെ എങ്ങനെ നമ്മുടെ തലമുറകൾ സാലിഹാവും?
അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് ദുആ ചെയ്തത് റബ്ബി ഹബിരി മിനസ് സാലിഹീൻ, സാലിഹായ ഒരു പൊന്നുമോനെ നൽകണേ അല്ലാ, സാലിഹായ പൊന്നുമോനെ നൽകണേ അല്ലാ. കാര ചെയ്യുന്നത് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ദുആ ചെയ്തപ്പോൾ കൊടുത്ത മകനാണ് ഇസ്മായിൽ. ആരാ ഇസ്മായിൽ? വദ്കുർ ഫിൽ കിതാബി ഇസ്മായിൽ ഇന്നഹു കാന സാദിഖൽ വഅദ് വകാന റസൂലൻ നബിയ്യാ വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്ത് വകാന ഇൻദ റബ്ബിഹി മർദിയാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, നബിയേ നബിയേ ഇസ്മായിൽ നബിയെ കുറിച്ച് ഈ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണേ. എല്ലാ വർഷവും ബലിപെരുന്നാൾ സുദിനത്തിലൂടെ ഇബ്രാഹിം നബിയെ കുറിച്ചും ഇസ്മായിലിനെ കുറിച്ചും അറിയേണ്ട വിശ്വാസികൾ അറിയാതെ പോകരുതേ, അറിയാതെ പോകരുതേ. ആരാണ് ഇസ്മായിൽ എന്നറിയണേ. ഇന്നഹു കാന സാദിഖൽ വഅദ്, വാഗ്ദാനം ചെയ്താൽ പൂർത്തീകരിക്കുന്ന വ്യക്തിയാണ്. വകാന റസൂലൻ നബിയ്യാ, അല്ലാഹുവിന്റെ ദൂതനാണ്, അല്ലാഹുവിന്റെ പ്രവാചകനാണ്. തീർന്നില്ല. വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്ത്, സ്വന്തമായി നിസ്കരിക്കുകയും സക്കാത്ത് കൊടുക്കുകയും മാത്രമല്ല, തന്റെ കുടുംബത്തോട് നിസ്കാരം കൊണ്ടും സക്കാത്ത് കൊണ്ടും കൽപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ വകാന ഇൻദ റബ്ബിഹി മർദിയാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് പരിപൂർണമായി സംതൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പരിശുദ്ധമായ ഖുർആൻ. പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ, കിളിമാനൂരിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള സഹോദര സഹോദരിമാരെ, ഏറ്റവും വലിയ സംതൃപ്തി അല്ലാഹുവിന്റെ സംതൃപ്തിയല്ലേ. വരിളവാനും മിനല്ലാഹി അക്ബർ. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന സർവേശ്വരനായ സർവാധിപതിയായ സർവ്വലോക സൃഷ്ടിപ്പിൻ സംഹാരകർത്താവായ അല്ലാഹുവിന്റെ പൊരുത്തമല്ലേ നമ്മുടെ ജീവിതത്തിൽ ആവശ്യം. ആ പ്രവാചകനാകുന്ന ഇസ്മായിൽ നബിയെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, വകാന ഇൻദ റബ്ബിഹി മർദിയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാം പരിപൂർണമായി സംതൃപ്തിപ്പെട്ട വ്യക്തിയാണ്. ആ പൊരുത്തം കിട്ടാനാണ് നമ്മൾ നടക്കുന്നത്. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പടച്ച റബ്ബിന്റെ പൊരുത്തം അത് വാങ്ങിയ വ്യക്തിയാണ് ആര്? ഇസ്മായിൽ നബി അലൈഹി സ്വലാം. എങ്ങനെ അത് കിട്ടാൻ കാരണം? അപ്പാടെ ദുആ, സാലിഹ ഒരു മകനെ വേണമെന്ന് പറഞ്ഞു. ഇബ്രാഹിം നബി ദുആ ചെയ്തു, കൊടുത്തു ഒരു മകൻ. ഈ മകൻ മാത്രമാണോ? പരമ്പര മുഴുവനും പിൽക്കാലത്ത് വന്ന എല്ലാ പ്രവാചകന്മാരും മുഴുവനും ആരുടെ പരമ്പരയാ? ആരുടെ പരമ്പരയാ? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പരമ്പരയാണ് മൊത്തം. പിന്നീട് വന്ന എല്ലാ പ്രവാചകന്മാരും വേണേ ഒന്ന് രണ്ടെണ്ണം ചൊല്ലിത്തരാം. ഖുർആനിൽ കുറച്ച് വലിയ പേര് പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ ശരിക്കും ശ്രദ്ധിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വവഹബനാ ലഹു ഇസ്ഹാഖ വയഅഖൂബ് കുല്ലൻ ഹദൈനാ വനൂഹൻ ഹദൈനാ മിൻ ഖബ്ൽ വമിൻ ദുർരിയതിഹി ദാവൂദ വസുലൈമാൻ വഅയ്യൂബ വയൂസുഫ വമൂസാ വഹാറൂൻ وكذلك نجزي المحسنين وزكريا ويحيى وعيسى وإلياس كل من الصالحين وإسماعيل وإدريس وذا الكفل كل من الصابرين.
അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പഠിപ്പിക്കുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പരമ്പരകൾ മുഴുവനും അല്ലാഹു പ്രവാചകന്മാരാക്കുകയാണ്. എന്തേ കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഒരൊറ്റ ദുആ, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, സാലിഹായ ഒരു മകനെ തരണേ എന്ന് ചോദിച്ചു. അല്ലാഹ് പരമ്പര മുഴുവനും പ്രവാചകന്മാരാണ്. ഒരാളെങ്കിലും മാറ്റി പിടിച്ചോ? ഇല്ല, എല്ലാം പ്രവാചകന്മാരിരിക്കട്ടെ മൊത്തം. ഇബ്രാഹിം നബിയുടെ മകനാണ് ഇസ്ഹാഖ്, ഇസ്ഹാഖ് നബിയുടെ മകനാണ് യാക്കൂബ്, യാക്കൂബ് നബിയുടെ മകനാണ് യൂസുഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, അൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം യൂസുഫ് ബിൻ യാക്കൂബ് ബിൻ ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം ശഫീഉന റസൂലുള്ളാഹി. മാന്യന്റെ മകൻ, മാന്യന്റെ മകൻ, മാന്യന്റെ മകനാണ് യൂസുഫ്. ആരൊക്കെ മാന്യന്മാർ? ഇബ്രാഹിമിന്റെ മകൻ, ഇസ്ഹാഖിന്റെ മകൻ, യാക്കൂബിന്റെ മകനാണ് യൂസുഫ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒക്കെ മാന്യന്മാരാണ്. അൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം, യൂസുഫ് നബിയെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞതാണ്. ഒക്കെ മാന്യന്മാരാണ്, ഏറ്റവും മാന്യന്മാരാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ.